അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾക്ക് പ്രത്യാരോപണമായിട്ട് ഉന്നയിക്കാനുള്ളൊരു വിഷയമല്ല. ഇങ്ങോട്ടൊരു ആരോപണം ഇല്ലെങ്കിലും മറ്റൊരു ഭാഗത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാൻ കഴിയുന്നിടത്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു കതിനവെടി പൊട്ടിച്ചാൽ അവിടെ 2 കതിനവെടി പൊട്ടിക്കുമെന്ന് പറയുന്ന ഉത്സവ കമ്മിറ്റിക്കാരുടെ വെടിക്കെട്ട് മഹാത്മ്യ ആവേശത്തിൻ്റെ രീതിയിലേക്ക് ആവരുത് കേരളത്തിൽ ഇനിയുള്ള സ്ത്രീപീഡന ആരോപണങ്ങളുടെ പുറത്തു വരേണ്ട അവസ്ഥ. അത് സ്വാഭാവികമായിട്ട് പുറത്ത് പറയുകയും അതിനെതിരായിട്ടുള്ള നിയമ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഞെട്ടിപ്പിക്കും എന്നുള്ള ആ ആരോപണത്തോട്, ആ ഭീഷണിയോട്, ആ മുന്നറിയിപ്പിനോട് CPIM-ഉം BJP-യും അതേ നാണയത്തിൽ തന്നെയാണ് തിരിച്ചടിച്ചിരിക്കുന്നത്. ഒരു പേടിയുമില്ല എന്നാണ് ഇരുഭാഗത്തു നിന്നും വന്നിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള മറുപടി. CPIM-ൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകും, ഞെട്ടിപ്പിക്കും എന്നൊക്കെയുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ പ്രസ്താവനയ്ക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറഞ്ഞിരിക്കുന്നത് പൊട്ടിത്തെറി CPIM-ലല്ല, അത് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇപ്പോൾ ആ പൊട്ടിത്തെറി കോൺഗ്രസിലാണ് എന്ന് മാത്രമല്ല, ആ പൊട്ടിത്തെറിയുടെ ശക്തി സമീപ ദിവസങ്ങളിൽ കൂടുതൽ പ്രഹരശേഷിയുള്ളതാകുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഉമാ തോമസ് MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയായിട്ടുള്ള ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അറിവും സമ്മതത്തോടും കൂടിയാണ് എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് ഇടുക്കിയിൽ പറയുകയുണ്ടായി. ഒരു ബോംബും വീഴാനില്ല. ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനിയും വീഴാൻ പോകുന്നതും UDF-ലും കോൺഗ്രസിലൊക്കെയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിലാണ്. സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടി അനുയായികളാണ്. അവരെല്ലാം കൂടി